നല്ല അസല് കുളിര് അല്ലേ? ട്രെയിനിങ് അല്പം കടുപ്പമായാൽ എന്താ ഗണേശ? ഈ കാഴ്ചകളൊക്കെ കാണാമല്ലോ. വരുമ്പോഴും തിരികെ പോകുമ്പോഴും. ആ ചെന്ന് പറ്റട്ടെ, തിരിച്ചു പോയാ കാണാം. സൗന്ദര്യബോധമില്ലാത്ത കഴുത. പോയി കിടന്നുറങ്ങാൻ നോക്കടാ. അളിയാ ഗോവ, മോന്റെ ഈ സൗന്ദര്യബോധം ഒക്കെ പോവും. അളിയന്റെ മുടി ആദ്യം മുട്ടയടിക്കും. അയ്യോ, എന്റെ മുടി മുട്ടയടിക്കൂ? അതിനെന്താ ഇത്ര സംശയം? പിന്നെ അളിയോ, പട്ടണിക്കിടും, ഓടിക്കും, ചാടിക്കും. അനുസരിച്ചില്ലെങ്കിൽ മർമ്മസ്ഥാനങ്ങളിൽ തല്ലും. അയ്യോ, മൂർഖനായാൽ മൂർഖൻ. നായർ സാബ് നമ്മുടെ ഇൻസ്ട്രക്ടർ. ട്രെയിനിങ് ഒക്കെ ട്രെയിനിങ് തന്നെ, പക്ഷെ എന്റെ ദേഹം നൊന്താ എടുത്തിട്ട് ഞാൻ ചവിട്ടും. അറിയാമല്ലോ എന്റെ സ്വഭാവം. അറിയാം. ബാംഗ്ലൂർ ട്രെയിനിങ് കോളേജിൽ വെച്ച് അളിയ ഒരുപാട് വരെ ചവിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെ അതെ, നല്ല അസൽ ചവിട്ട്. അളിയന്റേതല്ല, മറ്റവന്റെ. അളിയന്റെ കാല് പൊക്കിയില്ല, വാദം. മറ്റവൻ ചവിട്ടിയപ്പോ നമ്മുടെ അന്തോണികളെയും കരഞ്ഞതെങ്ങനാ? ചവിട്ടുകൊണ്ട് നമ്മുടെ അളിയ എത്ര ദിവസം ആശുപത്രി കിടന്നു. എന്നിട്ടും നീരിറങ്ങാതെ നമ്മുടെ അളിയനെ ചവിട്ടിത്തിരുമിയതാരാ? എന്തോന്നാണ് അവിടെ ബഹളം? അമുക്കുകളെ ഇവിടെ കണ്ടിട്ട് ട്രെയിനിങ്ങിന് വന്നാണെന്നേ തോന്നുന്നില്ല. പിക്നിക്കിന് വന്ന പോലെ. ഗുഡ് മോർണിംഗ്. Good morning, sir. Good morning. Come with me. This is your barrack. Come on, all of you get ready. साहब आने का वक्त हो गया. Yes, sir. അളിയന്മാരെ, ദൈവങ്ങളെ പ്രാർത്ഥിച്ചോ? നമ്മുടെ മൂർഖൻ നായർ സാബ് വരാൻ സമയമായി.
Students are ready for your inspection, sir. Introduce yourself. Gentleman Cadet Gopakumar, sir. Louder. Gentleman Cadet Gopakumar, sir. Louder. Gentleman Cadet Gopakumar, sir. ഇതൊരു ഗോകുലമാക്കി കളയാമെന്ന ധാരണ വല്ലതുണ്ടെങ്കിൽ അതിപ്പോഴേ കളഞ്ഞേക്ക്. No, sir. Yes, sir. Next. Gentleman Cadet Ganeshan, sir. Once more. Gentleman Cadet Ganeshan, sir. Gentleman cadet. Repeat. Gentleman Cadet Ganeshan, sir. നെറ്റിപ്പട്ടം കൂടേണ്ട നന്നായിരിക്കും. നാളെ എവിടെയാണ്? Prepare. തൃപ്രയാർ ഗണേശൻ. ആനക്കിടുന്ന പേരാണല്ലോടോ. ചോദിച്ചതിന് ഉത്തരവില്ലേ? Yes, sir. Louder. Yes, sir. Gentleman Cadet Anthony, sir. Anthony. Anthony and Cleopatra. Cleopatra തന്റെ ആരാണ്? എന്റെ സിസ്റ്ററാണ് സർ. ബാംഗ്ലൂർ ബേസ് ട്രെയിനിങ്ങിലെ വില്ലൻ, ഇൻസ്ട്രക്ടറെ തൊഴിക്കാൻ ചെന്നവൻ. എന്നെ തൊഴിക്കണം തോന്നുന്നുണ്ടോ? നോ സർ. ലൗഡർ. നോ സർ. ഇടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? യെസ്. നോ സർ. നെക്സ്റ്റ്. Gentleman Cadet, you see, sir. വാട്ട്? Gentleman Cadet, you see, sir. ഋഷി കപൂറിന്റെ ആരെങ്കിലും ആണോ? ആരുമല്ല, sir. സപ്തർഷികളിൽപ്പെട്ട ആരെങ്കിലും ആണോ? വസിഷ്ഠൻ, അഗസ്ത്യൻ, ആ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും? No, sir. നെക്സ്റ്റ്. Gentleman Cadet Abdul Salam, sir. നെക്സ്റ്റ്. Gentleman Cadet Jose, sir. Gentleman Cadet Mohan, sir. Gentleman Cadet Chandran Pilla, sir. എത്ര രൂപ കൈക്കൂലി കൊടുത്തു? ഈ രൂപം വെച്ച് പട്ടാളത്തിൽ ചേരാൻ എത്ര രൂപ കൈക്കൂലി കൊടുത്തെന്ന്? അറിയില്ല സാർ, അച്ഛനാണ് കൊടുത്തത്. നെക്സ്റ്റ്. Gentleman Cadet Siddiq, sir. എന്താ എല്ലാവരും സിനിമയിൽ അഭിനയിക്കാൻ വന്നാണോ? ചോദിച്ച കേട്ടില്ലേ? ലൗഡർ. അതവിടെ ഇരുന്നോട്ട് മാഷേ. ആ മുടിഞ്ഞ മൂർഖൻ നായർ സാബിന്റെ തലയിൽ ആറ്റം പാമ്പ് വീഴട്ടെ. നീ അങ്ങനെ എടുത്തിട്ടുണ്ട് ചവിട്ടോട്. നീ വലിയ ചവിട്ടുകാരനല്ലേ? വേണ്ടളിയാ, അങ്ങനെ പാവം. വേണ്ടളിയാ, നമ്മളെല്ലാം പറഞ്ഞ അവൻ ചിലപ്പോ ചെയ്തെന്നിരിക്കും. നിന്നെ ഞാൻ എന്താ മുട്ടടിക്കണോ? നോ സർ.
ആന്റണി. ചന്ദ്രൻപിള്ള, സിദ്ദിഖ്, ഋഷി, അബ്ദുൽ സലാം, മോഹൻ, ഗണേശൻ, ജോസ്, ഗോപകുമാർ. ജോക്കറ്. സ്വന്തം ഫോട്ടോ തന്നെ കിട്ടി. തമാശ പറയല്ലേ ചന്ദ്രൻപിള്ളേ, എന്റെ സ്വഭാവം അറിയാം. വെറുതെ ചളുവ അടിച്ചോണ്ടിരിക്കുക. ചീട്ടിറങ്ങാൻ നോക്കട്ടെ. നീ കളിയുടെ എന്റെ അല്ലേ? നമസ്കാരമുണ്ട്. അയ്യേ, കുറച്ച് പുതിയ മലയാളി കുട്ടികൾ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞേ ഒന്ന് പരിചയപ്പെടാന്ന് വിചാരിച്ചു വന്നതാ. നിങ്ങളെ പേരെന്താണ്? അബ്ദുൽ സലാം. അല്ല, ഞമ്മളെ കൗമാനല്ലേ? നിങ്ങളെ നാട് എവിടെയാണ്? അങ്ങ് കൊയിലാണ്ടിയില്. അല്ല, ഞമ്മളെ ഉമ്മന്റെ നാടും അതന്നെ. അവന്മാര് തമ്മില് വരണം ഇരിക്കണം. എല്ലാരും മലയാളികളാണല്ലേ? ഞമ്മളും മലയാളിയാ. പോയാ അതീപട്ടിങ്ങടുത്തേ. ഓഹോ, മലയാളിയാണല്ലേ? എന്താ നമ്മൾ ഇത്രയും പറയും മലയാളല്ലേ? പക്ഷെ കണ്ട ഹിന്ദിക്കാരനാണെന്നേ തോന്നുന്നു, അല്ലേ അളിയാ? ആ, അത് നേരാ. കോയക്ക് ദിലീപ് കുമാറിന്റെ ഒരു കട്ടുണ്ട്. അതിപ്പോഴും ഉണ്ടല്ലേ? അയ്യേ, ജാതിയാലുള്ള തൂട്ടാ പോവോ? പക്ഷെ ആ പഴയ ഗ്ലാമർ ഇപ്പൊ ഇത്തിരി ഇടിഞ്ഞിട്ടുണ്ട് അല്ലേ? ഉണ്ട് 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 നമ്മക്ക് തന്നെ അറിയാ. ചെറുപ്പത്തില് നിങ്ങളെ പോലെ ഒന്നല്ലേ ഇനി നമുക്ക് ഭയങ്കര ഗ്ലാമർ ഇനി. അതുകൊണ്ടല്ലേ നമ്മള് ബോംബെക്ക് കള്ളവണ്ടി കയറിയത്. എന്തിന്? സിനിമയിൽ അഭിനയിക്കാൻ. എന്നിട്ട് അഭിനയിച്ചോ? അഭിനയിച്ച്. ഏതില്? മധുമതിയില്. നമ്മൾ മധുമതി കഴിഞ്ഞ ആഴ്ച കണ്ടാണല്ലോ. അതെ. അയ്യോ, അത് ഈ കോയക്കാനെ കണ്ടില്ലല്ലോ. നിങ്ങൾ പിന്നെ ഏത് മധുമതിയാ കണ്ടേ? പഴയ മധുമതി. മധുമതി കണ്ടിട്ട് നമ്മളെ കണ്ടില്ലാന്നോ? ഹൊയ്യര ഹൊയ്യര ഹൊയ് ഹൊയ് ഹൊയ്യര ഹൊയ്യര ഹൊയ്. ഈ പാട്ട് നടക്കുമ്പോ വൈജയന്തിമാല തൊട്ട് പുറകിൽ ഞമ്മളുണ്ടായിരുന്നത്. ഇക്ക തന്നെ കണ്ടില്ലേ? ഞാൻ കണ്ടതാ. ഒന്ന് പറഞ്ഞു കൊടുക്കുമാനവർക്ക്. പിന്നെ എന്താ തുടർന്ന് അഭിനയിക്കാൻ? അതൊരേനക്കെട് പറ്റിപ്പോയതാ. ഷൂട്ടിങ് കഴിഞ്ഞ് ഞമ്മളെല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുമ്പോ വൈജയന്തിമാല ഞമ്മക്കിട്ടൊരു സൈറ്റ് അടിച്ചു. എന്നിട്ട് 3-4 തവണ അടിച്ചപ്പോ ഒന്ന് ഞമ്മളും തിരിച്ചടിച്ചു. അതിപ്പോ ആരായാലും അടിക്കൂലേ? പിന്നെ ഞമ്മള് തിരിച്ചടിച്ചത് ആ പായം കണ്ടുപോയി. ആര്? ദിലീപ് കുമാർ. നമ്മളെ കാലക്കിടന്നല്ലാണ്ട് എന്ത് പറയാന്? അത് ഓന് പിടിച്ചില്ല. ഓന് പിടിക്കോ? ഓന്റെ ആളല്ലേ. അന്ന് പിടിച്ച് പുറത്താക്കി നമ്മളെ. പിന്നെ ബൊമ്പായി അതിന്റെ ശേഷം ഞാൻ സുന്ദരം കിട്ടാ. അയ്യോ, ഒരു സ്മാൾ ഒഴിക്കട്ടെ. വേണ്ട, നമുക്ക് ഹറാമാ. എന്നാ പിന്നെ നേരെ ഒരുപാട് വൈകി. ഞാൻ ഇറങ്ങട്ടെ. സമയമുള്ളപ്പോ ഇതുവഴി വരണം. അയ്യോ, ഇങ്ങനെ സാധനം എന്റെ അമ്മോ. ഞാനിവിടെ ചാർജ് എടുത്തതിന് ശേഷം വരുന്ന 7ാമത്തെ ബാച്ചാണ് നിങ്ങൾ. ഒരു ബാച്ചിലുള്ള എല്ലാവരും മലയാളികളാവുന്നത് ഇതാദ്യമാണെന്ന് തോന്നുന്നു. മറ്റാരുടെയും നിർബന്ധമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ടെസ്റ്റ് എഴുതി പ്രിലിമിനറി ട്രെയിനിങ് പാസ്സായതിനു ശേഷമാണ് നിങ്ങൾ സ്പെഷ്യൽ ആംഡ് ട്രെയിനിങ്ങിന് ഇവിടെ വന്നിരിക്കുന്നത്. പണ്ട് കമാൻഡോ ട്രെയിനിങ് എന്ന ഓമന പേരിലാണ് ഈ ട്രെയിനിങ് അറിയപ്പെട്ടിരുന്നത്. ഇവിടുത്തെ പരിശീലന രീതികൾ അപകടം നിറഞ്ഞതും കഠിനവുമാണ്.
പരിശീലനം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു ജയിലാണ്. ഞാനായിരിക്കും നിങ്ങളുടെ ജയിലർ. കോഴ്സ് പൂർത്തിയാക്കിയാലുടൻ പ്രമോഷനോടുകൂടി നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കും. സാധാരണ പട്ടാള ഓഫീസർമാരെക്കാൾ ശമ്പളവും പദവിയും കൂടുതൽ ലഭിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ഭാരിച്ചതായിരിക്കും. സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാവുന്ന അപകടകരമായ പരിശീലന മുറകളാണ് ഇവിടെ. കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ആരെയും പുറത്തു പോകാൻ അനുവദിക്കുന്നതല്ല. ഭയമുള്ളവർക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകാം. ആരും നിങ്ങളെ തടയില്ല. ആർക്കൊക്കെ പിരിഞ്ഞു പോകണം? ഗോപകുമാർ? നോ സർ. ആന്റണി? നോ സർ. ഋഷി? നോ സർ. ഗണേഷ്? നോ സർ. അബ്ദുൽ സലാം? നോ സർ. മോഹൻ? നോ സർ. ജോസ്? നോ സർ. ചന്ദ്രൻ പിള്ളൈ? നോ സർ. സിദ്ദീഖ്? നോ സർ. ഗുഡ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. क्लास बैठे बैठे सावधान. Students are ready for your lecture, sir. Relax. Take your caps off. This is the diagram of 81 mm HEL bomb. Fuse number 162, adapter no steel composition, RS, yellow 64, stopping TNT. ഇപ്പൊ പറഞ്ഞെന്ത്? എടാ കോവാല, Cartridge container. This is grenade. This is ML61. 81 MHE ML61C TNTI. News. Base plug. Cat chamber. Last aid load. This costs a life. സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് ഒരു ജീവനായി. So, whenever you are handling with arms and ammunitions, you should be careful. അളിയ, ആ ബോംബ് എടുത്ത് നായരുടെ ബാക്കിൽ ഫിറ്റ് ചെയ്ത് തിരി കൊളുത്തിയാലോ? Anthony, get up. Stand at the corner. This is the belted ammunition. Come on. Climb. Repeat, man, try. Come on, do it. Move. Come on, do it again. Come on, do it again.
Chandran Pillai, Rishi, get up. Around the squad. Come on. Tomorrow is a holiday for you. ടൗണിലോ മറ്റെവിടെ വേണമെങ്കിലും പോവാം. പക്ഷേ ഒരു തരത്തിലുള്ള കംപ്ലൈൻസും എനിക്ക് കേൾക്കാൻ ഇടവരരുത്. ഹാവ് എ ഗുഡ് ടൈം. ഇരുന്നിരുന്ന ഒരു ദിവസം കിട്ടിയതാ. ഒരു സുഖം. അബ്ദുൾ സാർ നീ ഓടിക്കോ. എന്നാ ആ ജീപ്പ് എടുക്ക്. ഗണേശ വാ. നിങ്ങൾ ആ ജീപ്പ് വരാം. ഈ ജീപ്പില് ഞാൻ അവരോട് വരാം. ഞാൻ സൈഡിൽ നടുക്കോട്ട് കയറി. നടുക്കോട്ട് കയറി. വായി നോക്കാൻ ഓടിക്കണം. വളയ്ക്കാൻ പറ്റിയ ഒരുത്തേയും കാണുന്നില്ലല്ലോ. തണുപ്പല്ലേ, വളച്ച ഓടിഞ്ഞു. അയ്യോ നോക്ക്, ഇവള് വളയുന്ന ലക്ഷണമുണ്ട്. ചെല്ല് ചെല്ല്, ചെന്ന് തള്ളി നോക്ക്. ഒന്ന് നോക്കട്ടളിയാ. നീ ധൈര്യമായിട്ടല്ലേ, ഞാൻ ഇവിടെ ഇല്ലേ? എന്റെ ദൈവമേ, എനിക്ക് കാശ്മീരികളുടെ അടിയും കൊള്ളണമല്ലോ. ഹലോ. Hello. What do you want? Nothing. Are you a Negro? No, no. I'm Malayali. But you look like Negro. Bloody fool. അയ്യേ കഷ്ടം. പോടാ.